അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ മാതിരിക്കാൻ തന്നെ നമ്മളെ മേലുള്ള വീഡിയോ സ്റ്റക്കായതാണ് പെട്ടെന്ന്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കണ അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാനിതെന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളിലൊരു പേരെടുത്ത് പറയാൻ പറ്റിയൊരു നേതാവിനെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ഇതിപ്പോൾ UDF മാത്രമല്ലല്ലോ, LDF ഒന്ന് കണ്ടിട്ട്, DFIൻ്റെ ആൾക്കാരൊന്ന് കണ്ടിട്ട്, നിങ്ങൾക്ക് ഇനി LDF തന്നെ ആകട്ടെ, ഒരു നേതാവിനെ നിങ്ങൾക്ക് ഒരു ജനപിന്തുണയുള്ള ഒരു നേതാവിന്, ഇപ്പോഴത്തെ ഒരു നേതാവിനെ ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്താണ്. ഇതിൽ CPM ഇത് കാണുന്നുണ്ടാവുമല്ലോ ഈ വീഡിയോ. നിങ്ങൾക്ക് പേരെടുത്ത് പറയാൻ പറ്റിയ ജനപിന്തുണയുള്ള ഒരു നേതാവിനെ, DFIയിലായിക്കോട്ടെ CPMയിലായിക്കോട്ടെ, അതൊന്നും അറിയാനാണ്. നിങ്ങൾ നമ്മളെ യുവാക്കളായിട്ട് ഞങ്ങളെ നേതാക്കളായിട്ടൊക്കെ കളിച്ചത് നിങ്ങൾക്കൊന്ന് മാറി. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയ്ക്ക് വന്നപ്പോൾ അവിടുത്തെ അമ്മമാരും അവിടുത്തെ ഉമ്മമാരും ഒക്കെ കരയാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനാർത്ഥി മാറുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ പാർട്ടിയിൽ നിന്നായിക്കോട്ടെ ഏതെങ്കിലും മരം കരിയോ, നിങ്ങളത് പരാവത് പോയി കിട്ടിയെങ്കിൽ എന്നരുതാ, പോയി സമാധാനം ഇതൊന്ന് ഈ അലാക്ക് ഇവിടുന്ന് പോകണം എന്നാണ് കരുതുക. ഇതങ്ങനല്ല, പോകരുതെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. പോകരുതെന്ന് പറഞ്ഞിട്ടും എന്താണ്, പോയി ജയിച്ച് വാ എന്ന് പറഞ്ഞ നേതാവാണ് വടകരയിലെത്തിയിരിക്കുന്നത്. വടകരയിലത്തെ ജനങ്ങളും വടകരയിലത്തെ പെണ്ണുങ്ങളും സ്ത്രീകളൊക്കെ ഏറ്റെടുത്തുക്കണേ. ആ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലോകസഭയിലും 20ലും 19 ഞങ്ങൾക്ക് കിട്ടിയത്. 18 ഞങ്ങൾക്ക് കിട്ടിയത്. കഴിഞ്ഞതിൽ 19 കിട്ടിയിരിക്കണേ. ഇക്കൊരു പിന്നെ നിങ്ങളെ പിന്തുണയോടെ ആ മറ്റവനും കയറി BJP, സുരേഷ് ഗോപി നിങ്ങളെ സപ്പോർട്ടോടെ വന്നുകൊണ്ട് നിങ്ങൾക്കൊരു പിന്നെ ഇപ്പോൾ ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. BJPയും CPM ഒക്കെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ടല്ലേ പോലെ എല്ലാവരും ഗ്യാങ് ആയിക്കാണ്ട് ചെയ്തതാണല്ലോ ഇപ്പോൾ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ. ഒന്ന് വന്നതാരാ, ഒരു CPMൻ്റെ പെണ്ണ്. 2 വന്നതാരാ, എന്താ പറയുക പേരെന്താണെന്ന് അറിയില്ല, അത് BJP. രണ്ടും ഗ്യാങ്ങായി സെറ്റായി ചെയ്ത പണിയാണ് അത്. അതേപോലെ തന്നെ നിങ്ങൾ ഷാഫി പറമ്പിലിനെ നോട്ടിട്ട് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആള് തെറ്റിയിരിക്കണേ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കളിക്കുക. ഞങ്ങളെ പാർട്ടി ഞങ്ങൾ ഒറ്റക്കെട്ട നേരം ഇനി എന്ത് വന്നാലും. നിങ്ങൾ ഈ കുറച്ച് കോഴിക്കളി കൊണ്ടാണ് വന്നീനല്ലോ, ഒരു കോഴിത്തലയും വെച്ചാണ് ഇങ്ങനെ നടന്നീനും. ആദ്യം ഞങ്ങളെ കോഴി ഫാമുക്ക് തീറ്റട്ടെടുത്തുകൊണ്ട് ഭാവി ഇങ്ങോട്ട് മതി. ഞങ്ങളെ ഒരൊറ്റ കോഴിക്ക് കാരണം ഞങ്ങൾ നടക്കണത്. ഞങ്ങളെ ഒറ്റ കോഴി സത്യം നിങ്ങൾ ഇതാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓൻ കോഴിയാണോ കോഴി അല്ലേ എന്നുള്ളത് ഓൻ സത്യം തെളിയിച്ച് വരും. എന്തെങ്കിലും സത്യം ഇപ്പോഴും തെളിയിച്ച് അതിൻ്റെ തെളിവ് ആർക്കാ പരാതി, ആ പരാതിയുള്ള ആളുകളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കേ കേസ് കൊടുക്കാൻ പറയും. അതിനും കൂടി ഇല്ല ചങ്കുറ്റപ്പോഴും നിങ്ങൾക്കില്ല. അതേപോലെ ഞങ്ങൾ പാലക്കാടത്തെ ജനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സപ്പോർട്ടാണ്. അവിടുത്തെ പെണ്ണുങ്ങൾ വരെ ഇപ്പോൾ പറയൽ തുടങ്ങി ഇതിലെന്ത് തെറ്റാണുള്ളത്, എന്തിനാ MLA സ്ഥാനം ഒഴിവാക്കേണ്ട ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ആർക്കത്ര ഇത്, പിന്നെ നേതാക്കളോട് എന്താ പറയാനുണ്ടെന്നോ, VD സതീശൻ നേതാവേ, നിങ്ങൾ എന്തായാലും ഒരു തോനെ വൈകാതെ ഒരു പണി നമ്മൾ കൊടുക്കും. അത് നമ്മൾ തീർച്ചയാണ്, കാത്തിരുന്നോളി. നമ്മൾ VD സതീശൻ പറഞ്ഞവർക്ക് അതേപോലെ തന്നെ ഒരു പണി ആ റിപ്പോർട്ടർ ചാനലിക്ക് കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. ഇവർക്ക് മാത്രം കൊടുത്താൽ പോരാ, ഓൾക്കും കൂടിയും കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ സമരം നിയമസഭ വരെ കൊണ്ടുപോകാൻ ഇങ്ങനെ കൊണ്ടുപോയിക്കോളി. ജനങ്ങൾ ഞങ്ങളേക്ക് ഇങ്ങനെ വന്നോളൂ. നിങ്ങൾ കൊണ്ടുപോകണത്തോളം സമരം ഇങ്ങനെ ചെയ്യുന്നിടത്തോളം ഞങ്ങളേക്ക് ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ ഈ സമരം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ സമരം ചെയ്തോളൂ. പക്ഷെ ഞങ്ങളെ നേതാക്കളെ ഓഫീസിക്കോ ഞങ്ങളെ നേതാക്കളെ വണ്ടി തടയേ ഒക്കെ ചെയ്യാൻ നിന്നാൽ ഞങ്ങൾ യുവത്വങ്ങളും ഇറങ്ങേണ്ടി വരും. ഞങ്ങൾക്കുണ്ട് യുവത്വങ്ങളൊക്കെ, എങ്ങളിലാറ് യുവത്വങ്ങൾ ഞങ്ങൾക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘടന ഞങ്ങൾക്കുണ്ട്. അതാണ് ഇറങ്ങിയത്. ഇന്ന് വടകര കണ്ടോ നിങ്ങൾ?
ഞങ്ങൾ ഗാന്ധിക്ക് വേണ്ടി ഒരു സമരം നടത്തുന്നുണ്ട് എന്തായാലും അതിന് സപ്പോർട്ടായിക്കാണ്ട് ഞങ്ങളും നടത്തേണ്ടതെന്ന് വടകര ലൈറ്റ് മാർച്ച്. അതിൽ ജനങ്ങളെ കണ്ടോ? ആ മാർച്ച് നേരെ ഇങ്ങൾക്ക് എതിരെ തിരിഞ്ഞിക്കണമെന്ന് കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോക്കാൻ വേണ്ടി. അത് വേണമെങ്കിൽ എൻ്റെ ഇതിലൊന്ന് വിടണ്ട ഞാൻ. അപ്പം അങ്ങളിലും ഉണ്ട് യുവത്വങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചുകാണ്ട് കളിച്ചാൽ മതി ഇനി. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനി നിയമസഭ അടുത്ത തെരഞ്ഞെടുപ്പ് അതുവരെ നിങ്ങൾ ഈ സമരം എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെച്ചമുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ DFIക്കാർ CPM ഇതൊന്നും മറക്കലിട്ട് നിങ്ങൾ എടുത്ത് പറയാൻ പറ്റിയൊരു നേതാവിനൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒന്ന് DFIയിലും 2 CPMയിലും ജനപിന്തുണയുള്ള നേതാവ് ആരാണെന്ന് അറിയാനാണ്. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി പിന്നെ വരണ്ടേ.